ഹായ് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഇന്ന് രാത്രിക്കാണ് കേട്ടാ വീഡിയോ എടുക്കുന്നത്. അപ്പൊ ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പൊ അച്ഛൻ വരുമ്പോ നല്ല അടിപൊളി മീൻ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മത് നമ്മളിവിടെ അതിന് പാലയിലെന്നെല്ലാം പറയും. അപ്പം നിങ്ങളെ അതിനൊന്നാ പറയുന്നത് കമന്റ് ഇടുക, കാണിച്ചു തരാ. പിന്നെ അതിന്റെ ഉണക്കൽ അധികം മുമ്പെല്ലാം വാങ്ങയില്ലേ? അതെ, ഉണക്കല് രസം ഉണ്ടാവലുണ്ട്. ഇനിയിപ്പം നമുക്ക് പച്ചയും ഇടക്ക് മറ്റേ വേറെ മീൻ കൊണ്ടുവരുമ്പോ അതിലെല്ലാം ഉണ്ടാവലുണ്ട്. പാരല് കൊറേ പലതരം മീനെല്ലാം കിട്ടിയില്ലേ? അതിലെല്ലാം ഉണ്ടാവലുണ്ട്. അതിന്റെ ചെറുത് പല വക മീൻ പാരല് എന്ന് പറയും. അപ്പൊ അതിലെല്ലാം ഉണ്ടാവലുണ്ട് ചെറുത്. അപ്പൊ ഇന്ന് അതിന്റെ വലുത് അച്ഛൻ കൊണ്ടുവന്നിട്ടുണ്ട് 2-3 അപ്പൊ തോലെല്ലാം വലിച്ചിട്ടാണ് കൊണ്ടുവന്നിട്ടുണ്ട്. പകുതി തോലെല്ലാം വലിച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് കുറച്ച് എളുപ്പമായി. അപ്പൊ അത് നമുക്ക് രാത്രിക്ക് നല്ലൊരു കറി വെക്കാം. പിന്നെ നമുക്ക് പൊരിക്കുന്നുണ്ടമ്മ പറ്റിയെങ്കിൽ നമുക്ക് പൊരിക്കും കൂടി ചെയ്യാട്ടാ. അപ്പൊ അപ്പൊ നമുക്ക് വേഗം അത് ഇന്ന് ഉണ്ടാക്കാം. ലോകൂട്ടം ഇതാ എടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, കാണിച്ചു തരാം കേട്ടാ. അപ്പൊ ഇതാണ് സംഭവം. അതിന്റെ തോലെല്ലാം വലിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അമ്മ. ഇതാ ഇങ്ങനെ ഈ ഒരു പ്ലാസ്റ്റിക് പോലെയാണ് അതിന്റെ തോലുണ്ടാവുക, ഈ പാലയില. അപ്പൊ എന്നാ നിങ്ങളെ നാട്ടിലെല്ലാം ഇതിന് പേര് പറയില്ല വെച്ചാല് ഒന്ന് കമന്റ് ചെയ്യാ. നമുക്ക് അതുകൊണ്ട് എളുപ്പമായി. നമുക്കും കൂടെ അറിയാം അതിന്റെ പേര്. ഏകദേശം അയിലേനെ പോലെ ഉണ്ട് കാണാൻ, പക്ഷെ അയിലല്ല. അപ്പൊ ഇതാ അച്ഛനുണ്ട്, അമ്മയുണ്ട്, കുഞ്ഞിയുണ്ട്. അതിന് തൊലി തൊടാൻ അങ്ങനെ നല്ല രസമുണ്ട്. അങ്ങനെ മുരുമുരുപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവൂല. അപ്പൊ തോലെല്ലാം വലിച്ചിട്ട് ആയതുകൊണ്ട് എങ്ങനെ കൃത്യമായിട്ട് നിങ്ങൾ കാണിക്കണമെങ്കിൽ ഒരിതില്ല അല്ലമ്മേ. തോല് വലിച്ചോണ്ട് അല്ലെങ്കിൽ കാണിക്കുമ്പോ വേഗം മനസ്സിലാവട്ടെ. തോല് വലിച്ച് കൊണ്ടുവന്നോണ്ട് നമുക്ക് പണി എളുപ്പമായി അല്ലമ്മേ. പുറത്ത് രണ്ടാളും കാത്തിക്കുന്നുണ്ട്, കുഞ്ഞിപ്പെണ്ണും ടീക്കും. അതിന്റെ എല്ലാ സൈഡും മുറിച്ച് ഇതായത് ഒന്നും കൂടി ഉണ്ട്. കുഞ്ഞു ടീക്കു അതൊന്നും സാരില്ല മോനെ. പൂച്ചക്ക് തിന്നാൻ കൊറേ ഉണ്ടല്ലോ. തോലെന്നെ കൊറേ ഉണ്ട്. എന്നെ താഴെ എടുക്കലുണ്ടാ കൊട്ടൻ തല്ലേ? കൊട്ടൻ തല്ലേ എടുക്കുന്ന നല്ല ചുവന്ന ഇറച്ചിയല്ലേ അതിന്റെ? ഞാനിവിടെ ചെറുന്ന ഇറച്ചിയെല്ലാം കിട്ടുമ്പോൾ പൂച്ച കൊടുക്കും തോലിന്റെ. പൂച്ചന്റെ ആളല്ലേ കൊടുത്തു. ബാഗ് തുറക്കണ്ട, കുഞ്ഞു അങ്ങോട്ട് വരും. ഇപ്പം മീനെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. അതെ, നല്ല അടിപൊളിയായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടാ. തോല് വെച്ചുകൊണ്ട് നമുക്ക് മുറിക്കാൻ കഴിഞ്ഞ. അപ്പോൾ കുറച്ച് നമുക്ക് പൊരിക്കാൻ വേണ്ടിയിട്ടാക്കാം, ബാക്കി നമുക്ക് കറിയും വെക്കാം. അപ്പോൾ അതിലെ തക്കാളി, ചെറിയ ഉള്ളി, പിന്നെ പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി, ഇത്രയും സാധനം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പുളി നേരത്തെ മീൻ വൃത്തിയാക്കാൻ പോകുന്നതിന് മുന്നേ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായി കേട്ടാ. അങ്ങനെ ആകുമ്പോൾ വേഗം അതൊന്ന് കുതിർന്ന് കിട്ടും. എന്നുവെച്ചാല് പുളി മീനിന് മുന്നിട്ട് വെക്കണം. പുളി കുറച്ചധികം ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് പൊരിക്കാൻ മാറ്റി വെക്കാം. അല്ലേജി എല്ലാവർക്കും ഓരോ കഷ്ണം പോരെ. അപ്പോൾ ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. മണിൻ്റെ ചട്ടി ചൂടാവണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. ചൂടായി കഴിഞ്ഞാൽ പിന്നെ നല്ല ചൂടായിരിക്കും. ഗ്യാസ് അടുപ്പൊന്ന് ചൂടാവാൻ കുറച്ച് പണി വന്നു. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ. ലേശം ഉരുവിട്ട് കൊടുക്കാം.
അപ്പോൾ ഉലുവ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ആദ്യം എന്തെല്ലാം ചേർത്ത് കൊടുക്കുന്ന അമ്മ? പച്ചമുളക്, ചെറിയുള്ളി. ചെറിയുള്ളി. ചെറിയുള്ളിലൊക്കെ നല്ല ടേസ്റ്റാണ്. ചെറിയുള്ളിനകത്ത് ചെറിയൊരു മധുരമല്ലേ? വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി ഇട്ട് കഴിഞ്ഞാൽ തന്നെ മീൻകറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. മീൻകറിക്ക് ആകുമ്പോൾ മത്തി ആക്കിയിട്ടേ നല്ല ടേസ്റ്റ് ഉണ്ടായി. ഇപ്പം 2 തക്കാളിയാണ് കേട്ടോ എടുത്തിട്ട് 2 ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ തക്കാളി കൊണ്ട് 2 വലുതാണെങ്കിൽ 1 മതി. കുറച്ച് ഉപ്പ് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി നല്ലോണം വേണ്ടല്ലോ അമ്മ. എന്നാലേ മീനായാലും ഇറച്ചിക്കായാലും മഞ്ഞൾപ്പൊടി കുറച്ച് കൂടുതൽ വേണം, അല്ലെങ്കിൽ വെളുത്തിരിക്കും. പൊടി ഇട്ട് കൊടുക്കാം. എരിവ് ഇല്ലാത്ത മുളക് പൊടിയാണ് കേട്ടോ. 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. എരിവില്ലാത്ത കൊണ്ട് പ്രശ്നമില്ല. നമ്മ അധികവും ഇതിനും എരിവുണ്ടാവലും ചെയ്യും. പിന്നെ പച്ചമുളകിന്റെ മണം നല്ലത് എരിവൊന്നില്ലേ? പിന്നെ ഞാനധികവും ഈ കാശ്മീരി ചില്ലിയാന്ന് മണിക്കല് കുമിട്ടി. അപ്പോൾ മല്ലിപ്പൊടി വറുത്ത് വെച്ചതാണ് കേട്ടോ. കറിയിലിടുന്നതിന് ഉപ്പട്ടെ ഒന്ന് വറുത്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. മറ്റേത് ഇങ്ങനെ പച്ച ചൊയ്യ ഉണ്ടാവും. എണ്ണയിൽ വാട്ടിയാലും ഒന്ന് ചൂടാക്കുന്നത് നല്ലതല്ല അമ്മ. തേങ്ങ അരച്ചിട്ട് മല്ലിപ്പൊടി ഇട്ട് വെക്കുന്ന കറിയിൽ കുറച്ച് മല്ലിപ്പൊടി വേണം. നമ്മ അങ്ങനെ ചേർക്കലുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോ ഇട്ടത്? അത് ടീസ്പൂൺ. അപ്പോൾ പുളി നമുക്കിനി ചേർത്ത് കൊടുക്കാം. മസാലേൻ്റെ പച്ചമണലൊന്ന് മാറിയിട്ടുണ്ട്. പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിൻ്റെ പുളിവെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്, വെള്ളം ചേർത്തെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒന്ന് തിളച്ച് സെറ്റായി വരുമ്പോൾ നമുക്ക് മീനിൻ്റെ കഷ്ണം ചേർത്ത് കൊടുക്കാം അമ്മ. പിന്നെ അമ്മ ഇന്ന് ലിച്ചിമോൾ വിജയകരമായി ഉണ്ണിയപ്പം ചുട്ട് കൊടുത്തു. അങ്ങനെ പഠിക്കല് പറഞ്ഞിട്ട് പത്തലിനടക്ക് ചുട്ട എത്ര 2 ദിവസം അടുപ്പിച്ച് പത്തലിട്ട്. അപ്പോൾ ഉണ്ണിയപ്പം പത്തല് ഞാനും അനിയത്തി ഒറ്റക്കായിട്ട് പിന്നെയും മുമ്പേ ചുട്ടിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഷോർട്സ് എടുത്തിട്ടുണ്ടായിന് കേട്ടാ, അത് ഇട്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് കുറച്ച് ഉണ്ണിയപ്പത്തിന് ഓർഡർ ഉണ്ടായിന്, എൻ്റെ ഫ്രണ്ടിന് തന്നെയാണ്. അപ്പോൾ അമ്മക്കിന്ന് പണിയും ഉണ്ടായിന്, വൈകുന്നേരമാണ്. അപ്പോൾ രാവിലെ അമ്മ അധികം ചുട്ടു വെച്ചിട്ട് പോലുണ്ട്. പക്ഷേ ഇത് പുറമെ പൂനെയിൽ കൊണ്ടുപോകേണ്ട ആയതുകൊണ്ട് അങ്ങനെ നേരത്തെ ചുട്ടു വെച്ച് കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോൾ വൈകിപ്പോയി കഴിഞ്ഞാൽ അപ്പം കുറച്ച് ദിവസം നിൽക്കണ്ടേ. അതുകൊണ്ട് വൈകുന്നേരം അവർ കൊണ്ടുപോകുന്ന ആ സമയത്ത് തന്നെയാണ് ചുട്ടു കൊടുക്കേണ്ടത്. അപ്പം അമ്മ രാവിലെ കൂട്ടാക്കി തന്നിട്ട് പോയി, ഞാൻ ചുട്ടു. നല്ല വൃത്തിയിൽ അമ്മയാക്കുമ്പോൾ നല്ല ഷേപ്പിലെല്ലാം വന്നിന്. എനക്ക് ചുട്ട് തുടങ്ങുന്നവരൊരു ടെൻഷൻ ഉണ്ടായിന്. അമ്മേനെ മനസ്സിന് ധ്യാനിച്ചിട്ട് അങ്ങ് തുടങ്ങിയമ്മ. അമ്മ കണ്ടിട്ടേ ഞാൻ വീഡിയോ കാണിച്ചു തന്നിട്ടേ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിനി. അപ്പൊ അമ്മ ഇതാ എല്ലാ പണിയും പഠിക്കാം. അതെ. പിന്നെ നെയ്യപ്പം ചുട്ടു കൊടുത്തിന്, കൂട്ട് ആക്കിയിട്ട് തന്നെ ചുട്ടു കൊടുത്തിട്ടുണ്ട് അമ്മ പണിക്ക് പോയ സമയത്ത്. അതെനിക്ക് ആ ഗ്ലാസ്സിൽ ഒഴിക്കുമ്പോൾ എല്ലാം ഒരേ ഷേപ്പിൽ അമ്മ ആക്കും പോലെ കിട്ടൂലയോ എന്നുള്ളൊരു ടെൻഷനാണ്. പക്ഷെ ആ ടെൻഷൻ ഇന്ന് മാറിക്കിട്ടി. എന്ന് വെച്ചിട്ട് എന്നെ കൊണ്ട് അപ്പോൾ ചൂടിപ്പിക്കൊന്നും വേണ്ടാട്ടാ.
അപ്പൊ അമ്മ കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പൊരിക്കുന്നതില് നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ മുളക് പൊടി ചേർക്കുന്നുണ്ട്, മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, പിന്നെ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും. സാധാരണ നമ്മ മീൻ പൊരിക്കുന്ന പോലെ തന്നെയാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ലല്ലോ അമ്മ? വേണ്ടല്ല, ചേർക്കുന്നതും ചേർക്കാം. പക്ഷെ ഇങ്ങനെയാണ് മീൻ നല്ല ആ മീനിന്റെ ഒറിജിനൽ ടേസ്റ്റ്. ഇങ്ങനെ പൊരിക്കണം. അപ്പൊ അമ്മ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടാ. എല്ലാം കൂടെ കറിയായപ്പത്തെ നമുക്ക് ഇത് പൊരിക്കാനാക്കാം. അപ്പത്തേനും മസാലയെല്ലാം പൊടിച്ച് നല്ല സെറ്റ് ആവും ചെയ്യും. പരവ് നല്ലപോലെ തിളച്ചിട്ടുണ്ടേ, നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ടായിട്ടാ. അപ്പം മീൻ ഇട്ട് കൊടുക്കുമ്പോൾ ആണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കാം. മീനിന്റെ കഷ്ണത്തിനൂടെ കഷ്ണത്തിന് പിടിക്കാൻ നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ആദ്യം തേങ്ങ കൂട്ടുമ്പോൾ ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മളെ കറിയെല്ലാം തിളച്ച് നല്ല സെറ്റായി വന്നിട്ടുണ്ടാവേ. അപ്പൊ ഞാൻ എന്താ കഷ്ടപ്പെട്ട് തേങ്ങയെല്ലാം ശരി കൊടുത്തിട്ടുണ്ട്. ഞാൻ കാര്യസ്ഥ. അപ്പൊ എന്റെ ചെറിയ ചാരം കേടെ ആദ്യം കേടയമ്മ അത് ഇപ്പൊ എന്ത് കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ മണിക്കരി അത് കളഞ്ഞില്ലേ? ഇതിടക്കാണ് രണ്ടും കൂടി ഇതിന് റബ്ബർ ഇട്ടു അതിന് ജാറ് അടി മാറ്റിട്ട് കൊണ്ടതേ ആദ്യം പൊട്ടിച്ചു. പിന്നെ ഇനി ആദ്യം അപ്പുറത്തേക്ക് കഴിയുന്നില്ല മടിയത്. എല്ലാം മറ്റേത് കേടായി പോയി ഇത് അരക്കരയില്ല. അപ്പോൾ നമ്മളെ കറിയെല്ലാം തിളച്ച് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാമേ. തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ വെറുതെ അരച്ചാണ് കേട്ടാ. ഇപ്പൊ അമ്മ ജീരകം ചേർക്കലേ ഇല്ല അമ്മ? അത് ജീരകം ചേർത്താൽ അന്നാട് കൂട്ട രസം ഉണ്ടാവും. ഇപ്പൊ നമ്മൾ തലേന്ന് പിറ്റേന്നെങ്കിലും തിളപ്പിക്കുമ്പോൾ പിന്നെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമാണ്. കൊറേ പേരെല്ലാം നമ്മള് കമന്റ്സിൽ പറയലുണ്ട് ജീരകം ചേർക്കില്ലാന്ന്. പക്ഷെ നമ്മ ജീരകം ചേർക്കലുണ്ട്. കുഞ്ഞുമത്തി അങ്ങനെ വെക്കുമ്പോ ചെറിയ കുപ്പാരെല്ലാം മാങ്ങ വെക്കുമ്പോൾ ജീരകം ചേർക്കലുണ്ട്. മാങ്ങ ചേർത്തിറക്കുമ്പോ ജീരകം ചേർത്താൻ നല്ല ടേസ്റ്റാണ്. അപ്പൊ മീൻ പൊരിക്കാൻ വേണ്ടി അപ്പുറം ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായി, നമുക്ക് പൊരിക്കാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ മീൻ പൊരിക്കാനും സെറ്റാക്കിയിട്ടുണ്ട്. അതാണെന്നാവട്ടെ. ആ സമയം കൊണ്ട് അമ്മ ഇതാ തേങ്ങയെല്ലാം കൂട്ടി റെഡി ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് തിളച്ചാൽ മതിയല്ലോ അമ്മ. പിന്നെ ഒരു പൊരിയും. പിന്നെ അമ്മ ഉച്ചക്ക് പരിപ്പും മത്തനും ആക്കിയിട്ടുണ്ട്, അതുകൊണ്ട്. അതെ, പരിപ്പിന്റെ ഇട്ടിച്ചാന്ന് വെച്ചിന്. നമുക്ക് വൻപയറിലിട്ടിച്ച് ഒരു ദിവസം വെക്കുന്ന റെസിപ്പി കാണിക്കണം. അന്നേ ആരോ ചോദിച്ചിട്ടുണ്ടായിന്. മത്തനുണ്ട്. നമുക്ക് ലാസ്റ്റ് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാട്ടാ. ഇനി എന്റേതായിട്ട് കൈപ്പുണ്യം കിട്ടാണ്ടിരിക്കണ്ട. അതിലൂടെ ഞാൻ അത്രയും കുറച്ചിട്ടും തോന്നും. വെളുത്തുള്ളിയ
വെളുത്തുള്ളി ഇട്ടാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. കറിവേപ്പില ഇതാ, എനിക്ക് കറിവേപ്പില ഇടാൻ എനിക്ക് സമാധാനക്കേട് വേണ്ട നമുക്ക്. അങ്ങനല്ല, ആ പേസ്റ്റ് ആക്കിയാൽ അതിൻ്റെ ഇതുണ്ടാവും. ഇതിങ്ങനെ അതിൻ്റെ മുരിഞ്ഞാലേ അതിൽ എണ്ണയിൽ ഇറങ്ങിയാലും വെളുത്തുള്ളിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മളെ മീൻ ഇതാ ഇവിടെ നല്ല അടിപൊളിയായിട്ട് തിളച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാതെ കൊടുക്കാട്ടാ. നമ്മളെ കറി സെറ്റായിട്ടുണ്ട്. കപ്പയും കൊടുക്കുന്നുണ്ട് ഇങ്ങനെ കൊതിപ്പിക്കലല്ലേ കപ്പ എന്നെല്ലാം പറഞ്ഞിട്ട്. കപ്പ കൊടുക്കുന്ന നല്ല ടേസ്റ്റാണ് കറി. ഈ മീൻ കറി വെക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് പൊരിച്ചാലല്ലേ. നമ്മൾ കുറച്ച് പൊരിക്കുന്നുണ്ടല്ലോ. പിന്നെ 3 തരാട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇഞ്ചിക്ക്. നാളെ വൈകിട്ട് ഭയങ്കര ഇഷ്ടമാണ് മീൻ്റെ തലയും മീനെല്ലാം. ഞങ്ങൾ കളയാൻ ഞാനത് നല്ല തലക്കറിയാക്കുന്ന വീഡിയോ എടുക്കാം, ഷോർട്സ് എടുക്കാം. ഞാൻ കുറേ സമയം തിളച്ചോണ്ട് നിൽക്കും മൺചട്ടിയിലാകുമ്പോൾ. ഇപ്പം തിളക്ക നോക്കിയേ തീ ഓഫ് ചെയ്ത് കുറുകുകയും ചെയ്യും. ഇത് വാങ്ങിയിട്ട് വേറെ എവിടെയും വെച്ചാലോ അടി പിടിക്കുക കഷ്ണം. ഇപ്പം ഇതാ തിളച്ചോണ്ടിരിക്കണം. അപ്പോൾ മീനെല്ലാം നമുക്കൊന്ന് മറിച്ച് തിരിച്ചിട്ട് കൊടുക്കാം. മീനും കൂടി ആയിക്കഴിഞ്ഞാൽ പൊരിച്ചതും കൂടി ആയിക്കഴിഞ്ഞാൽ ചോറ് കഴിക്കാം. അല്ലേ കുത്തേ ഒരു കുളി കഴിക്കണം. അപ്പോൾ നമ്മളെ നല്ല അടിപൊളി മീൻ കറി പാലയിലല്ല കറി കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നല്ല. അപ്പോൾ അതാ പൊരിച്ചതും ഇടുന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അമ്മ പറഞ്ഞ പോലെ കപ്പ കിട്ടണല്ലോ അമ്മ. കപ്പ സെറ്റായി വന്നിട്ടുണ്ട്. ഞാൻ കഴിച്ചിട്ടാടി ഉണ്ടായിനി. വാട്ടുകപ്പ മാത്രം. വാട്ടുകപ്പയും കടലും ആക്കലുണ്ട്. നമുക്ക് വാട്ടുകപ്പേനേക്കാളും എനിക്ക് ഇഷ്ടം മറ്റേ സാധാ പച്ചക്കപ്പയാണ്. മീൻകറിയെല്ലാം കൂട്ടി തിന്നെ. വാട്ടപ്പ കടലുണ്ടായിട്ട് അതുകൊണ്ട് അങ്ങനെ വാട്ടപ്പ മാത്രം പൊടിച്ചിട്ട് കഴിഞ്ഞാലാക്കി വെച്ചാണ്. നീക്കൊലൊന്നും നടക്കട്ടില്ല. വാട്ടപ്പ ആക്കാനും പിന്നെ അങ്ങനത്തെ വെള്ളക്കപ്പ. നമുക്ക് അങ്ങനെ കപ്പ അധികം ഉണ്ടായിട്ടില്ലല്ലോ ഇപ്രാവശ്യം. കഴിഞ്ഞാലും നമ്മൾ വാങ്ങിയിട്ടേ കുറേ അച്ഛൻ ഇടന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിട്ടേ. വെള്ളക്കപ്പയിലെങ്കിലും നമ്മൾ തന്നെ ആക്കിയതിന് ഇപ്രാവശ്യം എല്ലാം പിന്നെ മുള്ളമ്പന്നി എല്ലാം വാങ്ങിയിട്ട് എല്ലാം പോയി. മീൻ പൊരിച്ചതിന് നല്ല മണം വരുന്നുണ്ട് വെളുത്തുള്ളി ചതച്ചിട്ടുണ്ട്. ആ വെളുത്തുള്ളി ഇങ്ങനെ മൊരിയുമ്പോൾ നല്ലൊരു മണം ഉണ്ടാവും. ആ ഒരു അതിൻ്റെ ഫ്ലേവർ ഇറങ്ങിയിട്ട് നല്ലൊരു ടേസ്റ്റുമാണ് മീൻ പൊരിച്ച് തിന്നാൻ. അപ്പോൾ എൻ്റെ കുഞ്ഞോണിക്ക് ചോറ് കൊടുക്കട്ടെ. കുഞ്ഞോണി വലിയ മണി 2 മണിയും ചോറ് കഴിക്കല്. 2 കുട്ടന്മാരും. നമുക്കതിന് ചോറ് കഴിക്കണമെങ്കിൽ എന്തെല്ലോ പണിയുണ്ട് അത്ര. അതുകൊണ്ട് നമുക്ക് ചോറ് കഴിക്കണമെങ്കിൽ നമ്മൾ കുളിക്കണം. നമ്മൾ പണിയേറി വന്നിട്ട് നമ്മൾ വീട്ടിൽ നിൽക്കുന്നതല്ലേ കിടക്കാനാകുമ്പോൾ നമ്മളെ കുളിയല്ലോ. അതെ. അപ്പോൾ ഇവിടെ ഭയങ്കര ചൂട്. വേറെ മത്തൻ കറി വേണ്ടേ? മത്തൻ കറി പരിപ്പും മത്തനും കറി വേണമല്ലോ കൂട്ടാ. അപ്പറായില്ലേ പരിപ്പും മത്തനും കറി. പിന്നെ നിർത്തോ അതി ചോർ ചോർ. എന്താ കഷ്ണം ഓരോ വാലിലെ കഷ്ണമാണ് കൂടുതൽ ഇഷ്ടം. ഏതെങ്കിലും കഷ്ണമായാലും സാരില്ല. കൊടുത്ത ചോദിച്ചിട്ട് ഓരോരാൾക്ക് മീനിന്റെ ഓരോരോ കഷ്ണാന്ന് കൂടുതൽ ഇഷ്ടം ഉണ്ടാവില്ലേ. എനിക്ക് നടുക്ക് കഷ്ണ ഇഷ്ടം. അമ്മക്കോ? അമ്മക്കോ? എനിക്ക് തല വെച്ചിട്ടെങ്കിൽ തല ഇഷ്ടമാണ്. പിന്നെ ഇവർക്ക് രണ്ടാക്കും പറയും ബാലിന്റെ കഷ്ണം. അതിക്കൂട്ടെ പാട്ടെല്ലാം അതിക്കൂട്ടനെ എങ്ങനെയാ തിന്നലാമേ? ആദ്യം കഷ്ണമെല്ലാം പറക്കിയിട്ട് ഇതുപോലെ മാറ്റി വെക്കും. എന്നിട്ട് ചോറെല്ലാം കഴിച്ചതിന് ശേഷം കഷ്ണം തിന്നും. ലോകൂട്ടനാണെങ്കിൽ ആദ്യം മീൻ്റെ കഷ്ണമെല്ലാം തിന്നിർക്കും. എന്നിട്ട് പച്ചച്ചോറുമായി തിന്നും. കറിയെല്ലാം ആദ്യം തിന്നിർക്കും. അത് ഇഷ്ടമുള്ള സാധനം ലാസ്റ്റ് തിന്നും. അപ്പൊ നിങ്ങളെല്ലാം എങ്ങനെയാന്ന് ഒന്ന് കമന്റ് ചെയ്തോ. ഞാൻ മുമ്പെല്ലാം എന്താക്കുന്ന വെച്ചാല് ചിക്കനോ അങ്ങനെ കറി ഉണ്ടെങ്കിൽ കഷ്ണമെല്ലാം അവിടെ മാറ്റി വെച്ചിട്ട് ഇതേപോലെ തന്നെ തിന്നല് അത് തിന്നും പോലെ. പക്ഷെ എല്ലാരും ഉണ്ടെങ്കിൽ എന്താ വേണ്ടേ നമ്മ എടുക്കട്ടെ. അവർ തമാശക്കായൊക്കെ ചോദിക്കുന്നത്. എന്നാലും അങ്ങനെ ചോദിക്കാൻ തുടങ്ങിയ പിന്നെ എനിക്ക് ഇഷ്ടമുള്ളത് ആ ചോറിൻ്റെ കൂടെ തന്നെ തിന്നാൻ വേണ്ടി തുടങ്ങിയിനും. അപ്പൊ എങ്ങനെയുണ്ട് മീൻകറി? രസമുണ്ടാ ലോകൂട്ടാ?
അരിമോനെ രസമുണ്ടാ കുഞ്ഞോണിക്കോ കറി രസമുണ്ടാ അപ്പോൾ 2 കുട്ടന്മാർക്കും ചോറ് കൊടുത്തു. അപ്പോൾ നമ്മൾ നല്ലൊരു മീൻ കിട്ടിയരം ഇന്ന് അതിൻ്റെ ഒരു വീഡിയോ എടുത്തതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. ഇതുവരെ ഈ മീൻ കറി വെക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിയിട്ട് കറി വെച്ച് നോക്കിക്കോ. അടിപൊളി ടേസ്റ്റാണ്. പൊരിച്ച് കഴിഞ്ഞാൽ അതിനേക്കാളും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ അല്ല മാ? അപ്പോൾ നമ്മളെ രാത്രിത്തെ കുറച്ച് കുക്കിംഗ് വിശേഷമാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ബൈ. സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, കമന്റ്സും ചെയ്യാൻ മറക്കല്ല കേട്ടാ. ലേഗൂസിന്റെ കമന്റ്സ് വായിക്കാൻ വേണ്ടിട്ട് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാരും അമ്മ അമ്മ ഇടുമ്പോ എല്ലാം കാണുമ്പോ നല്ല ഒരു സന്തോഷമാണ്. നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആളല്ലേ. നമ്മളിങ്ങനെ ഒരു യൂട്യൂബ് തുടങ്ങിയോണ്ടല്ലോ നമ്മളറിയാനും നമ്മളെ ഇഷ്ടപ്പെടാനും ഒരുപാട് ആളുണ്ടായത്. ഓരോ സ്ഥലത്തുനിന്നല്ല ഞാൻ കാണലുണ്ട്. ഓരോ ആള് ഞാനല്ലേ ലിജോട് പറയലുണ്ട്. വന്നിട്ട് ഞാൻ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല അമ്മയോടും വന്നിട്ട് പറയും അമ്മ ഇതുപോലെ കണ്ടിനി. എന്നും 2 ആളോട് വർത്താനം പറഞ്ഞിട്ട് ഞാൻ വന്നിന്. വസന്തമേരെല്ലാം ചോദിച്ചു അവര്. അങ്ങനെ സുഖമായിട്ട് ഇരിക്കുന്നുണ്ട്. ഇപ്പൊ ഒന്നുമില്ല, അസുഖമൊന്നുമില്ല. മോനും മോൻ്റെ ഭാര്യയെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് അങ്ങോട്ട് വരാത്തതെന്നാലും പറഞ്ഞ് ഒരു ദിവസം വസന്തമേനെ കാണാൻ പോണം. അങ്ങോട്ട് വരുന്നില്ലെങ്കിൽ പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ചുമയിൽ ഞാൻ നിജനം കാണിക്കാൻ വരും. എനിക്ക് ഇടക്കിടക്ക് ഇപ്പോൾ ഉണ്ടാ ചുമ. ബസ്സിലെല്ലാം കയറിയ പെട്ടെന്ന് വരും ആ ചുമ. നാണക്കടാന്ന് ബസ്സിലെല്ലാം കയറിയാൽ. ഇപ്പം നാളെയും കൂടെ നോക്കിയിട്ട് കുറവില്ലെങ്കിൽ മറ്റന്നാൾ ടെസ്റ്റ് ചെയ്യണം. പിന്നെ അലർജിയിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് കാണിക്കാൻ പോവാം. നാളെയും കൂടെ ഞാൻ നോക്കും. പിന്നെ ശനിയാഴ്ച ടെസ്റ്റ് ചെയ്യാൻ പോകാമെന്ന് വെച്ചിട്ടാണ് ഇല്ലത്. വെച്ചാൽ അന്ത്യോളം പണിയെടുത്ത് രാത്രി ഉറങ്ങാനും പറ്റുന്നില്ല. തൊണ്ട കുത്തി ചുമച്ചിട്ട് ഒന്നും കിട്ടുന്നൊന്നുമില്ല. ഇങ്ങനെ ചുമക്കൽ മാത്രം. അത് അലർജീൻ്റെ ആയിരിക്കും. എന്തെങ്കിലും പൊടി പറയുമ്പോൾ ബസ്സിൽ പോകുമ്പോൾ ഇങ്ങനെ പൊടിയെല്ലാം ഉണ്ടാവുമല്ലോ. അന്നേരം ഭയങ്കരമായിട്ട് ചുമയായിരുന്നു. അപ്പം പിന്നെ നമ്മളെ വീഡിയോ ഇത്രയല്ലോ ലിജി. നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ.